വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കുട്ടികൾ എന്നോട് ആവശ്യപ്പെട്ടു, ഉമ്മിമി നമുക്കിന്ന് ചിക്കൻ മലായി പോള ഉണ്ടാക്കണം. അന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കഴിച്ച നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കി ഞാനിപ്പം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ബൗൾ ബോൺലെസ് ചിക്കൻ, പിന്നെ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത്, ഒരു 4 അല്ലി ഗാർലിക് ആൻഡ് ചെറിയ ഒരു പീസ് ജിഞ്ചർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ക്യൂമിൻ പൗഡർ, പിന്നെ ഒരു 8 കോഴിമുട്ട, 2 കോഴിമുട്ട പുഴുങ്ങിയത്, 8 കോഴിമുട്ട നമ്മൾ നന്നായി ഉപ്പും കുരുമുളകും മല്ലിയില ക്യൂമിൻ സീഡ്സിൻ്റെ ചെറുത്തിരി ഒരു നുള്ളുപൊടി അത് നന്നായി മിക്സ് ചെയ്ത ശേഷം സാധാരണ പോള ഉണ്ടാക്കുന്ന പോലെ അതിൽ നമ്മൾ ടിപ്പ് ചെയ്തിട്ടാണ് ഈ മലായി ചിക്കൻ പോളയിലും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. പച്ചമുളക് 4, 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളത് നമ്മളൊരു മയണൈസ് തയ്യാറാക്കാനാണ്. ആ മയണൈസിൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ നമുക്ക് മയണൈസ് റെഡിയാക്കാം. 2 വെളുത്തുള്ളി അല്ലി നന്നായി ചതക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം വേണേ, അത് പറയാൻ വിട്ടുപോയി. 1/2 ബൗള് ഫ്രഷ് ക്രീം, 2 കോഴിമുട്ട, അത് നന്നായി മിക്സ് ചെയ്ത് അടിച്ച ശേഷം ലെമൺ ജ്യൂസ്, ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതും കൂടി അടിച്ച്, സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്ലെൻഡ് നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ മെഷർമെൻറ്റിലാണെങ്കിൽ മയണൈസസ് വളരെ കറക്റ്റായിരിക്കും. എന്നിട്ട് നമ്മളിപ്പം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ബോൺലെസ് ചിക്കൻ നന്നായി ഒന്ന് മിക്സിയിലിട്ട് മിക്സ് ചെയ്യുക. ഫ്രൈ ചെയ്തിട്ട് ബട്ടർ വേണം ആവശ്യത്തിനത് ഫ്രൈ ചെയ്യാനുള്ള ബട്ടർ. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 3 നല്ല വലിയ ടീസ്പൂൺ ബട്ടറാണ്. അതിൽ 3 പീസ് ബട്ടർ ക്യൂബ്സ് ഇല്ലേ, അതിൻ്റെ 3 സിമ്പിൾ പാക്കറ്റാണ് എടുത്തത്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത ശേഷം മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ജിഞ്ചർ ആൻഡ് ഗാർലിക് വഴറ്റുക, സവാള വഴറ്റുക, പച്ചമുളക് വഴറ്റുക, അതിലേക്ക് ഒരിത്തിരി ക്യൂമിൻ സീഡ്സ് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത ഇറച്ചി അങ്ങോട്ട് ഇടുക, ചിക്കൻ അതിലോട്ടിടുക. എന്നിട്ട് മയണൈസ് അത് നമ്മളിപ്പം ഉണ്ടാക്കിയതിൻ്റെ ഹാഫ് അതിലോട്ടിട്ട് നന്നായി ആ കൂട്ടിലേക്ക് നന്നായി അത് ഒരു 2 മിനിറ്റ് തന്നെ ഇളക്കി കഴിയുമ്പോൾ തന്നെ അത് മിക്സ് ആവും. നല്ല ഡ്രൈ ഫ്രൈ ആയി കിട്ടും നമുക്ക്. എന്നിട്ട് 4-5 ചപ്പാത്തി എടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചപ്പാത്തി ഉണ്ടാക്കി അതിൽ നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടക്കൂട്ടിൽ മുക്കി ടിപ്പ് ചെയ്ത് നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് എല്ലാ പോളകളും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. വെറും ഒരു 7 അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ഈ പോള റെഡിയാവും. അങ്ങനെ ഉണ്ടാക്കിയ പോളയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.